ഗുഡ് മോർണിംഗ് ടു ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങി, ശരിയല്ലേ? അപ്പോൾ ഏതായിരുന്നു നമ്മൾ തുടങ്ങിയത്? നമ്മൾ വോളിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങി. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ കണ്ടത്? നമ്മൾ സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഒക്കെ ഏരിയ പഠിച്ചതുപോലെ നമ്മൾ ക്യൂബിനും അല്ല ക്യൂബോയിഡും ഉള്ള 3 ഡയമെൻഷണൽ ഫിഗേഴ്സിൻ്റെ ഒക്കെ വലിപ്പത്തെ സൂചിപ്പിക്കുന്ന കാര്യം. നമ്മൾ 3 ഡയമെൻഷണൽ ഫിഗർ, അതായത് ക്യൂബോയിഡ് അല്ലെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബ്ലോക്ക്, അതിൻ്റെയൊക്കെ വലുപ്പത്തെ സൂചിപ്പിക്കുന്ന വോളിയം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു വലിയ ഒരു ക്യൂബിനെ 1 സെൻറ്റിമീറ്റർ ലെങ്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ചെറിയ ചെറിയ ക്യൂബുകളാക്കി മാറ്റി, എന്നിട്ട് ഓരോ ക്യൂബിൻ്റെ വോളിയം വെച്ചുകൊണ്ട് ടോട്ടൽ വലിയ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതൊക്കെ കണ്ടു. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലത്തിലോട്ട് പോകാം. നോക്കുക, നമ്മൾ ഈ പിക്ചറിൽ നോക്കി, ഈ കാണുന്ന വലിയ റെക്റ്റാങ്കിൾ ബ്ലോക്കിനെ എത്ര ചെറിയ റെക്റ്റാങ്കിൾ ബ്ലോക്കായിട്ട് കണ്ടുപിടിക്കുക, എത്ര ചെറിയ റെക്റ്റാങ്കിൾ ബ്ലോക്കായിട്ടാണ് മാറ്റിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. നോക്കുക, ആ ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. അവിടെ ആകെ എത്ര റെക്റ്റാങ്കിൾ ബ്ലോക്ക് ഉണ്ട്? അവിടെ അതിനകത്ത് 9 റെക്റ്റാങ്കിൾ ബ്ലോക്ക് പോലത്തെ അങ്ങനത്തെ 3 ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 27 ക്യൂബോയിഡ്സ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഫിഗറിലോ അവിടെ ഒരു ലെയറിൽ 15 റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. അങ്ങനത്തെ എത്ര ലെയർ ഉണ്ട്? 4 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 60 റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. ദെൻ തൊട്ടടുത്ത പിക്ചർ നോക്കിക്കേ. അവിടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം വീതമുള്ള 2 ലെയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 12 റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. അടുത്ത പിക്ചറിൽ നോക്കിക്കേ, അതേ സെയിം റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ എണ്ണം തന്നെയാണ്, ശരിയല്ലേ? 12 റെക്റ്റാങ്കുലർ ബ്ലോക്ക് തന്നെയല്ലേ? 6 എണ്ണം വീതമുള്ള 2 ലെയർ. അപ്പം നോക്കിക്കേ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന, റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വലിപ്പം വ്യത്യസ്തമാണെങ്കിൽ ഈ എണ്ണം ഒരുപോലെ വന്നില്ലേ? പക്ഷെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം 2 റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെയും വലിപ്പം വ്യത്യാസമുണ്ട്. പക്ഷേ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഈ എണ്ണം വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ 1 സെൻറ്റിമീറ്റർ ലെങ്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇല്ലേ നോക്കിക്കേ, ഈ കേസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ നോക്കിക്കേ, 2 റെക്റ്റാങ്കുലർ ബ്ലോക്കിനെയും ചെറിയ ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആക്കിയപ്പോൾ എണ്ണം എങ്ങനെയായിരുന്നു? തുല്യമായിരുന്നു. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? ഏതൊരു റെക്റ്റാങ്കുലർ ബ്ലോക്കിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് അടിസ്ഥാനത്തിൽ വെച്ച് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാൻ പഠിച്ചത്. അതിനുവേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മളെല്ലാ ഓരോ ക്യൂബോയിഡിനെയും 1 സെൻറ്റിമീറ്റർ വീതം ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമുള്ള ചെറിയ ബ്ലോക്കുകളാക്കി മാറ്റിയത്. ഓക്കെ, അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത പേജ് നമ്മൾ എന്താണ്, ഈ 1 സെൻറ്റിമീറ്റർ ലെങ്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കണേ? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. ദെൻ തൊട്ടടുത്ത പേജിൽ നോക്കി, ഈ പിക്ചർ നോക്കി, ഈ പിക്ചറിലെയും ഓരോ വലിയ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനായിരുന്നു നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പിക്ചറിൽ എത്രയായിരുന്നു? അവിടെ 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 1 സെൻറ്റിമീറ്റർ ലെങ്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള 64 അയൺ ബ്ലോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ ബ്ലോക്സിൻ്റെയും വോളിയം എന്തായിരിക്കും? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. രണ്ടാമത്തേതോ വലിയ റെക്റ്റാങ്കിൾ ബ്ലോക്കിനെ ചെറിയ 12 റെക്റ്റാങ്കിൾ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്കുകളുടെ എണ്ണം 12 ആണെങ്കിൽ എന്ത് വരും? അതിൻ്റെ വോളിയവും 12 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. മൂന്നാമത്തെ പിക്ചറിലോ അവിടെയും 64 ചെറിയ ക്യൂബുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. നാലാമത്തെ പിക്ചറിലോ അവിടെയും എത്ര എണ്ണമുണ്ട്? 12 റെക്റ്റാങ്കിൾ ബ്ലോക്ക് വീതമുള്ള 3 ലെയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 36 ചെറിയ റെക്റ്റാങ്കിൾ ബ്ലോക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം എന്തായിരിക്കും? 36 ക്യൂബിക് സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് പിക്ചറിലോ അവിടെ എത്ര എണ്ണമുണ്ട്? 14 എണ്ണം വീതമുള്ള 3 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര വരും? ടോട്ടൽ 42 ക്യൂബിക് സെൻറ്റിമീറ്റർ വരെ വോളിയം. ലാസ്റ്റ് ഫിഗറിനകത്ത് 12 ചെറിയ റെക്റ്റാങ്കിൾ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ വോളിയം എന്തായിരിക്കും? 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതായത് നമ്മൾ ഏതൊരു ക്യൂബോയിഡ് എടുത്താലും അതിനെ എല്ലാം എന്താ ചെയ്തത്? ഇപ്പം 1 സെൻറ്റിമീറ്റർ വീതം ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമുള്ള ചെറിയ ബ്ലോക്കുകളാക്കി അതിനുശേഷം ആ ബ്ലോക്കുകളുടെ എണ്ണം എത്രയാണോ അത്രയുമാണ് അതിൻ്റെ വോളിയം എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതുപോലെയാണ് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് വരുന്നത്. 5 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. നോക്കുക, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയാണ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ
5 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ വിട്ടും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതം ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമുള്ള ചെറിയ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതേ പിക്ചറിനെ അങ്ങനെ ഡിവൈഡ് ചെയ്തൊരു രണ്ടാമത്തെ ഫിഗർ കണ്ടോ? അവിടെ നോക്കിക്കേ, നമ്മൾ എന്താ ഈ വലിയ റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ 1 സെൻറ്റിമീറ്റർ വീതം സൈഡ്സ് ഉള്ള ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്സ് ആക്കി മാറ്റി. ദെൻ അങ്ങനെ നോക്കിക്കേ, അങ്ങനെയെങ്കിൽ അതിൻ്റെ വോളിയം എന്ത് വരും? എന്ത് വരും? എത്ര എണ്ണം കിട്ടി? അങ്ങനെ നമ്മൾ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയപ്പോൾ എത്ര ചെറിയ ബ്ലോക്കുകൾ ഉണ്ടെന്ന് കിട്ടി? നമുക്ക് ടോട്ടൽ 15 അയൺ ബ്ലോക്സ് ഉണ്ടെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ത് വരും? വോളിയം 15 ക്യൂബിക് സെൻറ്റിമീറ്റർ വരും. ശരിയല്ലേ? അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ വലിയ റെക്റ്റാങ്കിൾ ബ്ലോക്കിനെ 1 സെൻറ്റിമീറ്റർ വീതം ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമുള്ള ചെറിയ ബ്ലോക്കുകളാക്കി മാറ്റുക. എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും ആയിരിക്കും അതിൻ്റെ വോളിയം, അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം. അങ്ങനെയെങ്കിൽ 5 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള റെക്റ്റാങ്കിൾ ബ്ലോക്കിനോ ഇപ്പോൾ നമ്മൾ 15 ഈക്വൽ ക്യൂബ്സ് ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ടോട്ടൽ എന്ത് വരും? 15 ക്യൂബിക് സെൻറ്റിമീറ്റർ വരും. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത പിക്ചർ നോക്കിക്കേ, അവിടെ 5 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ വിട്ടും 2 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ളതായിരുന്നു ബ്ലോക്ക്. അങ്ങനെയെങ്കിൽ വോളിയം എന്ത് വരും? ഇപ്പം നമുക്ക് കിട്ടിയ പോലത്തെ 2 ലെയർ വരികയില്ലേ? അപ്പോൾ വോളിയം എന്തായിരിക്കും? വോളിയം എന്ത് വരും? 30 ക്യൂബിക് സെൻറ്റിമീറ്റർ വരും. ശരിയല്ലേ? നോക്കുക, അതായത് നമുക്ക് ഇപ്പോൾ 15 ക്യൂബ്സ് കിട്ടി. അതുപോലെ തന്നെ ഒരു ലെയർ കൂടെ വന്നാൽ വീണ്ടും 15 ക്യൂബ്സ് വരും. അപ്പോൾ ടോട്ടൽ വോളിയം എന്ത് വരും? 30 ക്യൂബിക് സെൻറ്റിമീറ്റർ വരും. അതായത് ഈ ഹൈറ്റിൻ്റെ പ്ലേസിൽ എന്താ വന്നത്? ഇപ്പം രണ്ടാമത്തെ കേസിൽ 2 സെൻറ്റിമീറ്റർ വന്നു. ഇനി നോക്കിക്കേ, നമ്മൾ ഓരോ കേസസിലും ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഒത്തിരി പാടല്ലേ? അതിന് പകരം അത് കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗം നോക്കാം. ഫസ്റ്റ് കേസ് ആയിരുന്നപ്പം വോളിയം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ എന്താ കിട്ടിയത്? 5 × 3 15, 15 × 1 15 എന്ന് തന്നെ കിട്ടി. രണ്ടാമത്തെ കേസിൽ എന്ത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്തായിരുന്നു? നമുക്ക് വോളിയം ഓൾറെഡി 30 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടി. കാരണം എങ്ങനെയാണ് നമ്മൾ ചെറിയ ക്യൂബുകളുടെ എണ്ണമാക്കി മാറ്റിയപ്പോൾ. അല്ലാത്ത കേസ് നോക്കിക്കുക, അവിടുത്തെ ലെങ്തായ 5ഉം ബ്രെഡ്ത്തായ 3ഉം ഹൈറ്റായ 2ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? 5 × 3 15, 15 × 2 30 തന്നെ കിട്ടും. അതായത് നമ്മൾ എപ്പോഴും വോളിയം കണ്ടുപിടിക്കാനായിട്ട് ചെക്ക് ചെയ്ത് എന്താ? ചെറിയ ക്യൂബുകളാക്കി മാറ്റി. ഇനി അതിന് പകരം എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിട്ടുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുക? ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം തന്നെയാണ് കിട്ടുക. അതായത് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും? ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ എന്താണ്? വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. മനസ്സിലായോ? അതായത് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ക്യൂബോയിഡിൻ്റെ അല്ലെങ്കിൽ ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും പ്രോഡക്റ്റാണ്. അല്ലെങ്കിൽ അവ തമ്മിൽ ആ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കിട്ടും. ഓക്കെ, ഇതുവരെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു എല്ലാം എഴുതിയത്. നമുക്ക് നോട്ട് ബുക്കിലോട്ട് എഴുതേണ്ടത് എന്താണെന്ന് നോക്കാം. നമ്മൾ ചാപ്റ്ററിൻ്റെ നമ്പർ കൊടുക്കുക, പേര് കൊടുക്കുക, അതിനുശേഷം ഫസ്റ്റ് ഹെഡിങ് കണ്ടു കൊടുക്കുക, വോളിയം ഓഫ് എ ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താ ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമുള്ള 3 ഡയമെൻഷണൽ ഫിഗറാണ് ക്യൂബോയിഡ്. നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദെൻ അങ്ങനെയെങ്കിൽ ആ ക്യൂബോയിഡിൻ്റെ വോളിയത്തെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് വോളിയം ഓഫ് എ ക്യൂബോയിഡ്. വോളിയം ഓഫ് എ ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ വരുന്ന 3 ഡയമെൻഷണൽ ഫിഗർ വരുന്നത് റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ ചതുരപ്പെട്ടി, ഇതിനൊക്കെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതൊരു ഇക്വേഷൻ ആക്കി എഴുതി വെക്കുക. വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതുക. അതിനുശേഷം സെൻറ്റൻസ് ആയിട്ട് എഴുതി വെക്കുക. വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. വേർഡ്സിൽ എഴുതുക. വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഓക്കെ, അതിനുശേഷം ഇതിനെ ഷോർട്ടാക്കി എഴുതുക. വോളിയത്തിന് പകരം നമ്മൾ വി എന്ന് കൊടുത്തു. വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇനി ഈ ഇൻറ്റു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വി ഈസ് ഈക്വൽ ടു
LBH. ഇതാണ് ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട 5 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഇതുപോലെ റഫായിട്ട് വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ ലെങ്ത്, 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ദെൻ ഇങ്ങനെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ ബ്ലോക്ക് വരയ്ക്കുക റഫായിട്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ വോളിയം എഴുതുക. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതിനുശേഷം എഴുതുക ലെങ്തും ബ്രെഡ്ത്തും എന്താണ്, ലെങ്ത് 5, ബ്രെഡ്ത്ത് 3, ഹൈറ്റ് 1. അപ്പോൾ എന്ത് വരും വോളിയം എന്ന് പറയുന്നത് 15 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതിനുശേഷം വീണ്ടും ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബോയിഡും കൂടെ വരയ്ക്കുക. അതിനുശേഷം എന്ത് എഴുതി വെക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ എന്ത് കിട്ടും 5 × 3 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 30 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. 4 റെക്റ്റാങ്കിൾ ബ്ലോക്കിൻ്റെയും വോളിയം കണ്ടുപിടിക്കുക. നോക്കുക, ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. അതിൻ്റെ വോളിയം കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്നത് അവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നോക്കുക, അങ്ങനെയെങ്കിൽ ആ ഫസ്റ്റ് ഫിഗറിൻ്റെ വോളിയം എന്താണ്? ഫസ്റ്റ് ഫിഗറിൻ്റെ വോളിയം കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. വോളിയം V ഈസ് ഈക്വൽ ടു LBH, L ഇൻറ്റു B ഇൻറ്റു H. അവിടെ ഇൻറ്റു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയാണ് ഇവിടെ? ലെങ്ത് 7 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 × 4, 7 4s are 28. 28 × 2 56. നോക്കുക, അപ്പോൾ എന്ത് കിട്ടും? 56 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ഒന്നാമത്തെ ആ ക്യൂബോയിഡിൻ്റെ വോളിയം എന്താണ്? 56 ക്യൂബിക് സെൻറ്റിമീറ്റർ. ദെൻ രണ്ടാമത്തെ ക്യൂബോയിഡ് എടുക്കുക. അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്? 6 സെൻറ്റിമീറ്റർ ലെങ്ത്, 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 3 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ വോളിയം എന്ത് വരും? V ഈസ് ഈക്വൽ ടു LBH. എന്ത് വരും? 6 × 3 × 3. എന്ത് വരും? 6 ഞാൻ ഈ 3 × 3 ആദ്യമേ മൾട്ടിപ്പിൾ ചെയ്തു. 3 × 3 എന്താണ്? 9. എന്നിട്ട് എന്ത് ചെയ്യുക? 6 9s are 6ൻ്റെ ടേബിളിലെ 6 9s are എത്രയാണ്? 54. അപ്പോൾ അതിൻ്റെ വോളിയം എന്ത് വരും? 54 ക്യൂബിക് സെൻറ്റിമീറ്റർ. ദെൻ തേർഡ് കേസ്, തേർഡ് വൺ, മൂന്നാമത്തെ ഫിഗർ നോക്കി. അവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 5 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ വോളിയം എന്ത് തന്നെയാണ്? വോളിയം ഈസ് ഈക്വൽ ടു LBH. എന്ത് ചെയ്യുക? 5 × 5 × 5 എന്ത് വരും? 5 × 25 അല്ലെങ്കിൽ 5 × 5 25, 25 × 5 ചെയ്താലും മതി. അപ്പോൾ എന്ത് വരും? 25 × 5 മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. തന്നെ ഒന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കണം. ഞാൻ എൻ്റെ ആൻസർ എഴുതാൻ പോവാം. 25 × 5 125 ക്യൂബിക് സെൻറ്റിമീറ്റർ. 125 ക്യൂബിക് സെൻറ്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് അടുത്ത ഫോർത്ത് ഫിഗർ നോക്കിക്കേ. ഫോർത്ത് ഫിഗറിൽ എന്ത് തന്നെയാണ്? ലെങ്ത് 5 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് വീണ്ടും 5 സെൻറ്റിമീറ്റർ. അവിടെയും വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? LBH. ലെങ്തിന് വരും 5, ബ്രെഡ്ത്ത് എന്ത് വന്നു? ബ്രെഡ്ത്ത് 4, ഹൈറ്റ് വീണ്ടും 5. അപ്പോൾ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 4 20, 20 × 5 വിച്ച് എന്ത് വരും? 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. നോക്കുക, അപ്പം നമ്മൾ ഈ 4 ഫിഗറിൻ്റെയും വോളിയം കണ്ടുപിടിച്ചിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ക്യൂബോയിഡിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, ദെൻ നോക്കിക്കേ, നമ്മൾ മുമ്പേ എഴുതിയ കാര്യം തന്നെ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ട് എന്താണ്? ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. നമ്മൾ അത് തന്നെയല്ലായിരുന്നു മുമ്പ് എഴുതിയത്. റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് എഴുതാൻ കുഴപ്പമില്ല, ക്യൂബോയിഡ് എന്ന് എഴുതാൻ കുഴപ്പമില്ല, രണ്ടും സെയിം മീനിങ് ആണ്. ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. നോക്കുക, അതിനുശേഷം 2 പ്രോബ്ലം തന്നിട്ടുണ്ട്. നോക്കുക, ഈ 2 പ്രോബ്ലം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് ആർ 21 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു റെക്റ്റാങ്കുലർ ഒരു ബ്രിക്കിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നാൽ വോളിയം കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്താൽ മതി? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ ആൻസർ കിട്ടുക അതായിരിക്കും അതിൻ്റെ വോളിയം. സെക്കൻഡ് വൺ, എ റെക്റ്റാങ്കുലർ ക്യൂബ് ഓഫ് അയൺ ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? 1 cubic centimeter of iron weighs 8 gram. Is the weight of the large cube. ഓക്കെ, അതായത് ഒരു റെക്റ്റാങ്കുലർ ക്യൂബ്, അയൺ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്.
അങ്ങനെയെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടെത്തുക. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ട് വരുന്ന ക്യൂബോയിഡിന് പറയുന്ന പേരാണ് ക്യൂബ്. അങ്ങനെയുള്ള ഒരു ക്യൂബിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടെത്തുക. ദെൻ സെക്കൻഡ് പാർട്ട്, 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 ഗ്രാം. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണെങ്കിൽ നമ്മുടെയിലുള്ള വലിയ റെക്റ്റാങ്കുലർ അയൺ ക്യൂബിൻ്റെ വോളിയം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇത് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് കൊടുക്കുക? സൈഡ് ഓഫ് ദി അയൺ ക്യൂബ്. എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ആ അയൺ ക്യൂബിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഒരു സൈഡ് മീൻസ് എന്താണ്? അയൺ ക്യൂബിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. അത് എത്രയാണെന്ന് കിട്ടിയേക്കണേ? 8 സെൻറ്റിമീറ്റർ. ദെൻ വോളിയം ഓഫ് ദി അയൺ ക്യൂബ്. അവിടെ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ത് വരും? 8 ഇൻറ്റു 8 ഇൻറ്റു 8. നോക്കുക, 8 ഇൻറ്റു 8 ചെയ്താലാണ് 8 8s are 64. ദെൻ 64 ഇൻറ്റു 8 ചെയ്യാം. എന്ത് വരും? 8 4s are 32. റിമൈൻഡർ 3. 8 6 are 48. 48 പ്ലസ് 3 51. അപ്പോൾ എന്ത് വന്നു? 512 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ നമ്മളടുത്ത് തന്നിട്ടുണ്ട് ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അയണിൻ്റെ അല്ലെ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 8 ഗ്രാം ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് കൊടുക്കാം? വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ അയൺ. weight of 1 cubic centimeter of iron എന്താണ്? 8 ഗ്രാം. ഓക്കെ, അങ്ങനെയെങ്കിൽ വെയിറ്റ് ഓഫ് ദി അയൺ ബ്ലോക്ക്, ഈ വലിയ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് കണ്ടെത്തുക. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ എത്ര നമ്മുടെ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് എത്രയാണ്? 512 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യുക? 512 ഇൻറ്റു 8 കണ്ടെത്തുക. അപ്പോൾ എന്താണ് ഇവിടെ? വീണ്ടും 512 ഇൻറ്റു 8 കണ്ടെത്തുക. എന്ത് വരും? 8 2s are 16. റിമൈൻഡർ 1. 1 8s are 8. 8 plus 1 9. 5 8s are 40. അപ്പോൾ എന്ത് കിട്ടി? 4096 ഗ്രാം. നോക്കുക, നമ്മുടെ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്താണ്? 4096 ഗ്രാം. അതായത് നമ്മുടെ ആദ്യത്തെ ആ വലിയ അയൺ ബ്ലോക്കിനെ കറക്റ്റ് അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് നമ്മൾ വോളിയം കണ്ടുപിടിച്ചു. അതിനുശേഷം തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ 512 ക്യൂബിക് സെൻറ്റിമീറ്റർ നമ്മുടെ ഉള്ള അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് അതാണെങ്കിൽ അതിൻ്റെ വോളിയം വെയിറ്റ് കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്താൽ മതി? 512 ഇൻറ്റു 8 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 4096 നീട്ടി. അതായത് നമ്മുടെ കയ്യിലുള്ള ആ ലാർജ് അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4096 ഗ്രാം ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ഇതിൽ തന്നിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ദെൻ ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.